കാഹളത്തിലൂതപ്പെടുന്ന ദിവസം മരണപ്പെട്ട ഓരോ മനുഷ്യരും അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന്, ഖബറുകളിൽ നിന്ന് അവരുടെ രക്ഷിതാവിലേക്ക് യൻസിലൂൻ എന്നാണ് പറയുന്നത്. കുതിച്ചോട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം. തിരക്ക് പിടിച്ച് ആ ഇടുങ്ങിയ ഖബറിൽ നിന്ന് മുഴുവൻ മനുഷ്യരും തൻ്റെ രക്ഷിതാവിനെ തേടി. ആരും വിളിച്ചുണർത്തേണ്ട കാര്യമല്ല, ആ കാഹളം അതിന് മതിയാകും. സൂറെന്ന കാഹളത്തിൽ ഊതുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കാഹളത്തിൽ ഊതുന്ന ശബ്ദം മതിയാകും നമ്മളൊക്കെ നമുക്ക് നിശ്ചയിക്കപ്പെട്ട ആ ഭൂമികയിലേക്ക്, അല്ലേ? അതിനുമുമ്പ് ഒരുപാട് ഊത്തുകൾ നമ്മൾ കേട്ടതാണ്, ഒരുപാട് വിളികൾ നമ്മൾ കേട്ടതാണ്. 6 മണിക്കാണ് നമ്മൾ മരണപ്പെടുന്നതെങ്കിൽ 5:05 വിളി ഉണ്ടായിരുന്നു, അത് സുബഹി ബാങ്കിൻ്റെതായിരുന്നു. അതടക്കമുള്ള ഒട്ടനവധി വിളികൾ ജീവിതത്തിൽ കേട്ട പോലെയല്ല. ഒരു മനുഷ്യനും നിരസിക്കാൻ കഴിയാത്ത ഒരു ക്ഷണമാണ് സത്യത്തിൽ കാഹളത്തിലൂതുന്ന മാലാഖയുടെ ആ വിളി എന്ന് ഖുർആൻ പറയും. അപ്പം മനുഷ്യൻ അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ആ രംഗം വിശദീകരിക്കുന്നിടത്ത് ഇമാം മുസ്ലിമിൻ്റെ സഹീഹ് പരിശോധിക്കുമ്പോൾ അവിടെ കാണാം, ആദ്യമായി ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അന്ത്യപ്രവാചകൻ, പ്രവാചകന്മാരുടെ പരമ്പരയിൽ അവസാനത്തെ ആൾ, ഇനിയൊരു തിരുദൂതനില്ലാത്ത വിധം അള്ളാഹുവിൻ്റെ ഈ ദീനിനെ പൂർത്തിയാക്കിയ ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഖബറിൽ നിന്ന് പുറത്തേക്ക് വരിക. പരലോകത്തെ ജീവിതാവസ്ഥകളെക്കുറിച്ച് ഖുർആൻ നമ്മളോട് പറയുന്നു. അവിടെ തയ്യാറാക്കി വെച്ച ജീവിതാനുഭവങ്ങളായ സ്വർഗനരകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് ആ അനുഭവങ്ങൾ നമുക്ക് നമ്മുടേതാക്കി മാറ്റണമെങ്കിൽ ഈ ദുനിയാവിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുക എന്നതാണ് അതിൻ്റെ പരിഹാരം, അവിടെ രക്ഷപ്പെടാനുള്ള വഴി എന്ന് നമുക്കറിയാം. പടച്ചോനെ മറക്കുന്നിടത്ത് നമ്മൾ തോറ്റുപോകുമെന്നാണ് ഖുർആൻ ആവർത്തിച്ച് നമ്മളോട് പറയുന്നത്. നിങ്ങൾ ജയിക്കേണ്ട ആളുകളാണ്, പരാജിതരാകേണ്ടവരല്ല. നിങ്ങളുടെ ജീവിതം സുഹൃതം കൊണ്ട് അനുഗ്രഹിക്കപ്പെടേണ്ടതാണ്.